നല്ല 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 സ്റ്റോറി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ സൂപ്പർ. നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഈ സിനിമ. ഒരു പുതിയ ആദ്യമായിട്ട് ഒരു സംവിധാനം ചെയ്ത സിനിമയാണെന്ന് തോന്നില്ല. ജിജിൻ ജോസ് എന്ന് പറഞ്ഞൊരു പുതിയ സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മേക്കിംഗ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഒക്കെ ആണെങ്കിലും വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, ഷൈൻ ചേട്ടനെ അറിയാലോ, ബേസിക്കലി പുള്ളി ഒരു നല്ല നടനാണ്, ഓൾറെഡി പ്രൂവ് ചെയ്ത ആളാണ്. അതുപോലെ വിൻസിയും രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഷൈൻ ചേട്ടൻ ഈ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നൊരു നല്ലൊരു കമ്പാക്ക് ആയിരിക്കും ഈ സിനിമ എന്ന് പറയുന്നത്. നല്ല ത്രില്ലർ മോഡലുള്ള ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് നമ്മൾ കാണുമ്പോൾ വളരെ ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പ്രതീക്ഷയായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ എൻഗേജിങ്. സെക്കൻഡ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആണ്. നല്ല പുതിയ ആൾക്കാരൊക്കെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അത് അവരൊക്കെ പെർഫോമൻസ് വെച്ച് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറും ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു മലയാളി അല്ല, എന്നാൽ പോലും അത് നമുക്ക് ഫീൽ ചെയ്തില്ല. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും. നല്ലൊരു ചിത്രം. സൂത്രവാക്യം തീർച്ചയായിട്ടും നമ്മുടെ ഷൈൻ ടോം ചാക്കോ, അതേപോലെ ദീപക്, പിന്നെ വിൻസി അലോഷ്യസ്, ഇവർ മൂന്നുപേരും അതിശക്തമായിട്ടുള്ള കഥാപാത്രമായി ഉടനീളം തന്നെ ഈ ഒരു ചിത്രത്തിലുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സബ്ജക്റ്റ് തന്നെയായിരുന്നു. നല്ലൊരു ചിത്രം തന്നെയാണ്. ത്രില്ലിംഗ് ആണ്. നമുക്ക് ആദ്യം ചെറിയ രീതിയിലുള്ള സാധാരണ ഒരു കഥയായി പോകുന്തോറും പിന്നീട് വീണ്ടും ആകാംക്ഷയുടെ ഒരു ഇതായിട്ടാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് സൂത്രവാക്യം. എല്ലാവരും